Hello everyone, welcome back. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത BGP ആട്രിബ്യൂട്ട്സിന്റെ ലാബ് സെഷനാണ് ഈ വീഡിയോ. ജസ്റ്റ് ലാബ് കോൺഫിഗർ ചെയ്ത് കാണിക്കാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് 4 ചലഞ്ചസ് ഉണ്ടാവും. ഓരോ ചലഞ്ചും സോൾവ് ചെയ്യുമ്പം ഓരോ ആട്രിബ്യൂട്ടിന്റെ യൂസ് കേസ് മനസ്സിലാവും. ലാബിലേക്ക് കടക്കും മുമ്പ് പാത്ത് മാനിപ്പുലേഷനെ പറ്റി 1-2 സിമ്പിൾ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വണ്ണ് 2 റൗട്ടർ സെയിം റൗട്ട് അഡ്വർടൈസ് ചെയ്യുമ്പം ഏതാണോ ബെസ്റ്റ് റൗട്ട് അങ്ങോട്ടാവും ട്രാഫിക് പോവുക. ഫോർ എക്സാമ്പിൾ R1 R3ക്ക് റൗട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ R2ഉം R3ക്ക് കൊടുക്കുന്നു. R1 കൊടുക്കുന്ന റൗട്ടാണ് ബെറ്റർ, അപ്പോൾ ട്രാഫിക് എപ്പോഴും വിടുന്നത് R1ലേക്കാണ്. മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ R2ൽ നിന്ന് R1ലേക്കുള്ള ഇൻകമിംഗ് റൗട്ട്സ് ബേസ് ചെയ്തിട്ടാണ് ഔട്ട് ഗോയിങ് ട്രാഫിക് പോകുന്നത്. അതുപോലെ തന്നെ R1ൽ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് റൗട്ട്സ് ബേസ് ചെയ്തിട്ടാണ് R1ലേക്ക് ട്രാഫിക് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ്, ഇൻകമിംഗ് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ ഔട്ട് ഗോയിങ് റൗട്ട്സിനെ മോഡിഫൈ ചെയ്യണം, അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ ഇൻകമിംഗ് റൗട്ട്സിനെ മോഡിഫൈ ചെയ്യണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പോളജി. ഇവിടെ AS123ൽ R1ഉം R2ഉം R3യും IBGP റൺ ചെയ്യുന്നു. അതുപോലെ തന്നെ AS123 2 ISP ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, AS400ഉം AS500ഉം. ഇവ രണ്ടും AS600ഉമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, AS600 AS800ഉമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ സോഴ്സ് എപ്പോഴും R1ഉം ഡെസ്റ്റിനേഷൻ R8ഉം ആണ്. പിന്നെ ഈ ലാബിലെ ഔട്ട്പുട്ട്സ് ഒക്കെ ഈസിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡിവൈസിൻ്റെയും ഇൻ്റർഫേസ് IP-യുടെ ലാസ്റ്റ് ഒക്ടക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൗട്ടറിൻ്റെ നമ്പർ ആയിരിക്കും. അതായത് R5ലെ എല്ലാ ഇൻ്റർഫേസിൻ്റെ IP അഡ്രസ്സും .5ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് R2ൽ എത്തുന്ന ട്രാഫിക് എപ്പോഴും AS500 വഴി വേണം എക്സിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ AS123ലെ ഏതെങ്കിലും ഒരു റൗട്ടറിൽ മാത്രമേ നമുക്ക് കോൺഫിഗർ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കറണ്ട് ട്രാഫിക് ഫ്ലോ നോക്കാം. ഞാനിപ്പോൾ R1 റൗട്ടറിലാണ്. R1ൽ ഇരുന്നിട്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ട്രേസ് ചെയ്ത് നോക്കാം. ട്രേസ് റൗട്ട് 8.8.8 സോഴ്സ് ലൂപ്പ് ബാക്ക് 10 പ്രോബ് 1. ഇപ്പോൾ ട്രേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2478, അതായത് 2478 വഴിയാണ് ട്രാഫിക് പോകുന്നത്. നമുക്ക് വേണ്ടത് R2ൽ നിന്ന് R5ലേക്ക് പോകണം. ഈ 4 വഴിയുള്ള ലിങ്ക് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് R2ലെ റൗട്ടിംഗ് ഒന്ന് നോക്കാം. ഷോ IP BGP 8.8.8 അടിച്ചു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും R4ൽ നിന്ന് കിട്ടുന്ന റൗട്ടിനെയാണ് ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രാഫിക് എപ്പോഴും R4ലേക്ക് പോകുന്നത്. നമുക്ക് വേണ്ടത് R5ൽ നിന്ന് കിട്ടുന്ന റൗട്ടിനെ ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്യണം. അതായത് നമ്മുടെ ചലഞ്ചിൽ R2 വഴി പുറത്തോട്ട് പോകുന്ന ട്രാഫിക്കിനാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട് ഗോയിങ് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഇൻകമിംഗ് റൗട്ട്സിനെ വേണം മോഡിഫൈ ചെയ്യാൻ. അതായത് R2ൽ R4ൽ നിന്ന് വരുന്ന റൗട്ടിനേക്കാളും R5ൽ നിന്ന് വരുന്ന റൗട്ടിനെ ബെറ്റർ ആക്കി വെക്കണം. അപ്പോൾ എപ്പോഴും ട്രാഫിക് R2ൽ നിന്ന് R5ലേക്ക് പോകും. R2ൽ നമ്മൾ R5ൽ നിന്ന് വരുന്ന റൗട്ട്സിനൊക്കെ വെയിറ്റ് കൂടുതലാക്കി കൊടുത്തു കഴിഞ്ഞാൽ R2 എപ്പോഴും R5ൽ നിന്ന് വരുന്ന റൗട്ട്സിനെ പ്രിഫർ ചെയ്തിട്ട് ട്രാഫിക് എപ്പോഴും R2ൽ നിന്ന് R5 വഴി പുറത്തോട്ട് പോകും. അതിനു മുമ്പ് നമുക്ക് ഇപ്പോഴത്തെ വെയിറ്റും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഷോ IP BGP. ഈ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 8.8 5ൽ നിന്നും 4ൽ നിന്നും വരുമ്പോൾ വെയിറ്റ് രണ്ടും 0 ആണ്. അപ്പോൾ നമ്മൾ 5ൽ നിന്ന് വരുന്നതിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. വെയിറ്റ് നമുക്ക് പെർ നെയ്ബർ ബേസിസിൽ കോൺഫിഗർ ചെയ്യാം. അപ്പം വെയിറ്റ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കോൺഫിഗ് Tയിൽ പോവുക, എന്നിട്ട് റൗട്ടർ BGP 123 നെയ്ബർ 10.2.5.5 വെയിറ്റ് 500. ഇപ്പം നമ്മൾ റൗട്ടർ 5ന് വെയിറ്റ് 500 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ക്ലിയർ IP BGP സ്റ്റാർ സോഫ്റ്റ്. അപ്പോൾ BGP ടേബിൾ ഒന്ന് റിഫ്രഷ് ആവും. ഇനി ഇതൊന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ IP BGP അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ AS500ൽ നിന്ന് വരുന്ന റൗട്ടിൻ്റെയൊക്കെ വെയിറ്റ് 500 ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗട്ടിംഗ് ടേബിളും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഷോ IP റൗട്ട് 8.8.8 അടിച്ചു കഴിഞ്ഞാൽ റൗട്ടർ 5ലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അതായത് R2ൽ എത്തുന്ന ട്രാഫിക് എപ്പോഴും AS500ലേക്കായിരിക്കും എക്സിറ്റ് ആവുന്നത്. ഇനി നമുക്ക് R1ൽ നിന്നിട്ട് നേരത്തെ ട്രേസ് ചെയ്ത പോലെ ഒന്നുകൂടെ ട്രേസ് ചെയ്ത് വെരിഫൈ ചെയ്യാം. അപ്പോൾ R1ൽ വന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ട്രേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2ൽ എത്തുന്ന ട്രാഫിക് 4ലേക്ക് പോകാതെ, നേരത്തെ 4ലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്, 4ലേക്ക് പോകാതെ 5 വഴിയാണ് എക്സിറ്റ് ആവുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തത് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഗോയിങ് ട്രാഫിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദ ആട്രിബ്യൂട്ടാണ് വെയിറ്റ്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. സെക്കൻഡ് ചലഞ്ചിൽ AS123യിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എല്ലാ ട്രാഫിക്കും R3 വഴിയേ പുറത്തോട്ട് പോകാവൂ. ഇവിടെയും ISP റൗട്ടറിൽ ആക്സസ് ഇല്ല. ലാസ്റ്റ് ചലഞ്ചിൽ R2ൽ എത്തുന്ന ട്രാഫിക്ക് ഏത് ISP വഴി പുറത്തോട്ട് പോകണമെന്നായിരുന്നു. ഈ കേസിൽ R2ൽ ട്രാഫിക് എത്തിയാലും അത് R3യിൽ എത്തിയിട്ടേ പുറത്തോട്ട് പോകാവൂ. അതുപോലെ തന്നെ ഒരു റൗട്ടറിലെ നമുക്ക് കോൺഫിഗർ ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഉള്ളൂ. അപ്പോൾ വെയിറ്റ് പറ്റില്ല. ബിക്കോസ് R2ലും R1ലും നമ്മൾ വെയിറ്റ് R3ക്ക് ഹയർ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ പോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് ട്രാഫിക് ഫ്ലോ എങ്ങനെയാണെന്ന് വെരിഫൈ ചെയ്യാം. ആദ്യം R1ൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് BGP ടേബിൾ നോക്കാം. ഷോ IP BGP എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ റൗട്ടായ 8.8 നെറ്റ്വർക്ക് നമുക്ക് R2ൽ നിന്നും R3യിൽ നിന്നും കിട്ടുന്നുണ്ട്. ബെസ്റ്റ് റൗട്ടായിട്ട് എടുത്തു വെച്ചേക്കുന്നത് R2ൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും ട്രാഫിക് R1ൽ നിന്ന് R2ലേക്കായിരിക്കും പോകേണ്ടത്. പക്ഷെ നമുക്ക് വേണ്ടത് R1ൽ നിന്ന് R3യിലേക്ക് പോകണം. നമുക്ക് ഇത് തന്നെ R2ലും കൂടെ വെരിഫൈ ചെയ്യാം. R2ൽ വന്നിട്ട് ഷോ IP BGP, ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കായ 8.8 നേരെ ISP 4ൽ നിന്നും 5ൽ നിന്നുമാണ് ലേൺ ആവുന്നത്. 3യിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ ബെസ്റ്റ് പാത്തായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് 4ൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ R1ലെ ട്രാഫിക്ക് R1ൽ നിന്ന് R2ൽ വന്നിട്ട് 4ലേക്ക് എക്സിറ്റ് ആവും. നമുക്ക് വേണ്ടത് ഇവരെല്ലാവരും R3 വഴി എക്സിറ്റ് ആവണം. നമ്മൾ ആദ്യത്തെ കേസിൽ ചെയ്ത പോലെ R1ൽ നിന്ന് 8.8ലേക്ക് ട്രേസ് കൂടെ ചെയ്ത് നോക്കാം. R1ൽ വന്നിട്ട് ട്രേസ് 8.8.8 സോഴ്സ് ലൂപ്പ് ബാക്ക് 10 പ്രോബ് 1. ട്രേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 4, 7, 8 വഴിയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. R2ൻ്റെയും R1ൻ്റെയും പെർസ്പെക്റ്റീവിൽ ഇത് ഔട്ട് ഗോയിങ് ട്രാഫിക് ആണ്. ഔട്ട് ഗോയിങ് ട്രാഫിക് ആകുമ്പോൾ ഇൻകമിങ് റൗട്ട്സ്, അതായത് R3യിൽ നിന്ന് വരുന്ന ഇൻകമിങ് റൗട്ട്സിനെ വേണം R2ഉം R1ഉം പ്രിഫർ ചെയ്യാനായിട്ട്. R1ൻ്റെ BGP ടേബിളിൽ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് R2 വഴി വരുന്നതും R3 വഴി വരുന്നതിൻ്റെയും ലോക്കൽ പ്രിഫറൻസ് ഡിഫാൾട്ടായ 100 ആണ്. R3 ഈ ASലേക്ക് റൗട്ട്സ് അഡ്വർടൈസ് ചെയ്യുമ്പം ഈ ഡിഫാൾട്ട് ലോക്കൽ പ്രിഫറൻസ് ആയ 100ന് പകരം ഒരു ഹയർ വാല്യൂ സെറ്റ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ R1ഉം R2ഉം എപ്പോഴും R3യെ ആവും പ്രിഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് R3യുടെ ലോക്കൽ പ്രിഫറൻസ് എങ്ങനെ ഹയർ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. R3യിൽ ലോഗിൻ ചെയ്തിട്ട് config t router BGP 123 BGP default local preference 200 എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് പുറത്ത് വന്നിട്ട് ക്ലിയർ IP BGP സ്റ്റാർ സോഫ്റ്റ്. അപ്പോൾ BGP ടേബിൾ ഒന്നുകൂടെ റിഫ്രഷ് ആവും. ഇനി R1ൽ വന്നിട്ട് BGP ടേബിൾ നോക്കിയാൽ ഷോ IP BGP R3യിൽ നിന്ന് വരുന്ന റൗട്ടുകളെ പ്രിഫർ ചെയ്തേക്കുന്നതായിട്ട് കാണാം. കാരണം ലോക്കൽ പ്രിഫറൻസ് ഇപ്പോൾ ഹയർ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമ്മൾ വീണ്ടും R2ൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഷോ IP BGP, ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് R4ൽ നിന്നും R5ൽ നിന്നും ലേൺ ആവുന്നുണ്ട്. പക്ഷേ ബെസ്റ്റ് പാത്തായിട്ട് എടുത്തു വെച്ചേക്കുന്നത് R3യിൽ നിന്ന് ലേൺ ആവുന്നുണ്ട്. കാരണം ലോക്കൽ പ്രിഫറൻസ് ഹൈ ആണ്. അപ്പോൾ നമ്മൾ വരുത്തിയ ചേഞ്ചസ് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും R1ൽ വന്നിട്ട് ട്രേസ് ചെയ്ത് നോക്കാം. ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ R1ൽ നിന്ന് R3യിലോട്ട് പോയിട്ടാണ് ട്രാഫിക് എക്സിറ്റ് ആവുന്നത്. 3 വഴിയാണ് എക്സിറ്റ് ആവുന്നത്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ASന് മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് ഉള്ളപ്പം ഏത് എക്സിറ്റ് പോയിന്റ് വഴി നമ്മുടെ ട്രാഫിക് എക്സിറ്റ് ആവണമെന്ന് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ലോക്കൽ പ്രിഫറൻസ്. അടുത്ത ചലഞ്ചിൽ നമ്മൾ AS500ൻ്റെ അഡ്മിനാണ്. ആൻഡ് ദ ചലഞ്ച് ഈസ് ടു കൺട്രോൾ ദ ഇൻകമിംഗ് ട്രാഫിക് ഫ്രം AS123. അതായത് AS123യിൽ നിന്ന് വരുന്ന ട്രാഫിക് ഒന്നും നമുക്ക് അട്രാക്ട് ചെയ്യേണ്ട, അതെല്ലാം AS400 വഴി റീഡയറക്റ്റ് ചെയ്ത് വിടണം. പക്ഷേ നമുക്ക് AS500ൻ്റെ റൗട്ടറിൽ മാത്രമേ ആക്സസ് ഉള്ളൂ. R1ൽ നിന്നുള്ള കറണ്ട് ട്രാഫിക് ഫ്ലോ നമുക്ക് നോക്കാം. ട്രേസ് റൗട്ട് 8.8.8 സോഴ്സ് ലൂപ്പ് ബാക്ക് 10 പ്രോബ് 1. ട്രേസിൽ കാണുന്ന പോലെ ട്രാഫിക് R5ൽ കൂടിയാണ് പോകുന്നത്. അതായത് R2, R5, R7, R8. R5ൻ്റെ പെർസ്പെക്റ്റീവിൽ ഇൻകമിംഗ് ട്രാഫിക് ആയതുകൊണ്ട് നമുക്കിവിടെ കൺട്രോൾ ചെയ്യേണ്ടത് ഔട്ട് ഗോയിങ് റൗട്ട്സ് ആണ്. അതായത് AS123 എപ്പോഴും AS400നെ പ്രിഫർ ചെയ്യണം. നമ്മുടെ റൗട്ട്സിനെ പ്രിഫർ ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് AS400ൻ്റെ റൗട്ടറിൽ ആക്സസ് ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റൗട്ട്സിനെ മോശം റൗട്ട്സ് ആക്കി അഡ്വർടൈസ് ചെയ്യണം. അപ്പോൾ AS123 വിൽ ഓൾവേസ് പ്രിഫർ AS400 റൗട്ട്സ്. R2ൽ നമുക്ക് ഈ AS400ൽ നിന്നും AS500ൽ നിന്നും വരുന്ന റൗട്ട്സ് എങ്ങനെയാണ് ലേൺ ആയതെന്ന് നോക്കാം.
ഷോ IP BGP. ഈ ഔട്ട്പുട്ടിൽ നമുക്ക് R4ൽ നിന്ന് കിട്ടിയതും R5ൽ നിന്ന് കിട്ടിയ റൗട്ടും കാണാം. R5ൽ നിന്ന് കിട്ടിയതാണ് ബെസ്റ്റ് പാത്ത്. ഇതിന് ലോക്കൽ പ്രിഫറൻസും വെയിറ്റും ഒന്നുമില്ല. നമ്മൾ കാരണം അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല. നേരത്തെ ചെയ്ത കോൺഫിഗറേഷനെല്ലാം ഞാൻ ഓരോരോ ചലഞ്ചിന് മുമ്പ് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കാണാനുള്ളത് AS പാത്താണ്. AS പാത്ത് R4ൽ നിന്ന് കിട്ടുന്നത് 400, 600, 800. അതായത് 400, 600, 800. അതുപോലെ തന്നെ R5ൽ നിന്ന് കിട്ടുന്നത് 500, 600, 800. 500, 600, 800. ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണ്. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് R5 R2നും R3ക്കും റൗട്ട് അഡ്വർടൈസ് ചെയ്യുമ്പം നമ്മുടെ AS പാത്തിനെ കുറച്ചുകൂടെ ലെങ്ത് കൂടുതലായിട്ട് അഡ്വർടൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ലെങ്ത് കൂടുതലായിട്ട് അഡ്വർടൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ R2ഉം R3യും എപ്പോഴും R4 പ്രിഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ AS പാത്തിൻ്റെ അകത്ത് അഡീഷൻ വരുത്തുന്ന ടെക്നിക്കിനെയാണ് AS പാത്ത് പ്രിപ്പൻഡിങ് എന്ന് പറയുക. അപ്പോൾ AS പാത്ത് പ്രിപ്പൻഡിങ് R5ൽ നമുക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് നോക്കാം. AS പാത്ത് പ്രിപ്പൻഡിങ്ങിൻ്റെ ആക്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മളൊരു റൗട്ട് മാപ്പിലാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു റൗട്ട് മാപ്പ് ഉണ്ടാക്കാം. കോൺഫിഗ് T റൗട്ട് മാപ്പ് AS പ്രിപ്പൻഡ് പെർമിറ്റ് 10. എൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് ഈ റൗട്ട് മാപ്പിൻ്റെ അകത്ത്. നമ്മൾ പറയുന്നു സെറ്റ് AS പാത്ത് പ്രിപ്പൻഡ്. എന്നിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് കാണിച്ചു തരും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് AS നമ്പറുകൾ പ്രിപ്പൻഡ് ചെയ്യണമെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാം. അതല്ല ലാസ്റ്റ് AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R5ൽ നിന്ന് നോക്കുമ്പം R5 ഈ റൂട്ട് എവിടെ നിന്നാണ് ലേൺ ആയത്, അതായത് 600ൽ നിന്നാണ് ലേൺ ആയത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് AS ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എത്ര പ്രാവശ്യം ഈ AS നമ്പർ പ്രിപ്പൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ 3 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ AS പാത്ത് പ്രിപ്പൻഡ് ചെയ്യാനായിട്ടുള്ള റൗട്ട് മാപ്പ് ഉണ്ടായി. ഇനി നമ്മൾ ഈ റൗട്ട് അഡ്വർടൈസ് ചെയ്യുമ്പം, അതായത് R2നും R3ക്കും ഈ റൗട്ട് അഡ്വർടൈസ് ചെയ്യുമ്പം AS പാത്തിൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ട് വേണം അയക്കാൻ. അപ്പോൾ നമ്മൾ BGPയുടെ അടിയിൽ പോയിട്ട് ആ രണ്ട് നെയ്ബേഴ്സിലേക്കും ഈ റൗട്ട് മാപ്പിനെ വിളിക്കണം. അപ്പം നമുക്ക് BGPയിലേക്ക് പോവാം. റൗട്ടർ BGP 500 എന്നിട്ട് നെയ്ബർ 10.2.5.2 റൗട്ട് മാപ്പ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റൗട്ട് മാപ്പ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കേണ്ട ഡയറക്ഷനാണ്, അതായത് AS 500ൽ നിന്ന് R2ലേക്കും R3ലേക്കും അഡ്വർടൈസ് ചെയ്യുമ്പം, അപ്പോൾ ഔട്ട് ഡയറക്ഷൻ. സെയിം കമാൻഡ് തന്നെ നമ്മൾ R3ക്കും അപ്ലൈ ചെയ്യുന്നു. R3 എന്ന് പറയുമ്പോൾ ജസ്റ്റ് IP മാത്രം മാറ്റിയാൽ മതി. AS പാത്ത് പ്രിപ്പൻഡിൻ്റെ കോൺഫിഗറേഷൻ ഇത്രയേ ഉള്ളൂ. ട്രാഫിക് എഫക്റ്റ് ആയോന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ R1ൽ വന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ട്രേസ് ചെയ്ത് നോക്കുന്നു. ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ R2ൽ നിന്ന് R4ലേക്ക്, അവിടുന്ന് R7ലേക്ക് R8ലേക്കുമാണ് പോകുന്നത്. അതായത് നമ്മൾ R5ലെ കോൺഫിഗറേഷൻ കൊണ്ട് തന്നെ നമ്മൾ ഈ ട്രാഫിക്കിനെ വേറൊരു റൗട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിപ്പൻഡ് ആയ AS പാത്ത് നമ്മൾ R2ൽ പോയി ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ അടിച്ച അതേ കമാൻഡ് ഒന്ന് അപ്പാരോ അടിച്ച് നോക്കുന്നു. ഇപ്പം നമുക്ക് R5ൽ നിന്ന് കിട്ടിയേക്കുന്ന റൗട്ടിൻ്റെ AS പാത്ത് ഫീൽഡിൽ 600 3 പ്രാവശ്യം ആഡ് ആയേക്കുന്നത് കാണാം. പഴയ AS പാത്ത് ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ 600 ഒറ്റ ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ചലഞ്ച് AS 400ന് AS 123ലേക്ക് 2 ലിങ്ക് ഉണ്ട്. ഇപ്പോൾ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AS 400ലേക്ക് വരുന്ന ഇൻകമിംഗ് ട്രാഫിക്കുകളൊക്കെ എപ്പോഴും R3 R4 ലിങ്ക് പ്രിഫർ ചെയ്യണം. R4ലേക്ക് വരുന്ന ഇൻകമിംഗ് ട്രാഫിക് ആയതുകൊണ്ട് R4ൽ നിന്ന് പുറത്തോട്ട് പോകുന്ന റൗട്ട്സിനെ വേണം നമ്മൾ മോഡിഫൈ ചെയ്യാൻ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് R4ൽ നിന്ന് R2ലേക്ക് പോകുന്ന റൗട്ട്സിനെ AS പാത്ത് പ്രിപ്പൻഡ് ചെയ്യാം. പക്ഷേ AS പാത്ത് പ്രിപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ASകളെ അത് അഫക്റ്റ് ചെയ്യും. അതായത് R3 ഈ റൗട്ട് വേറൊരു ASന് അഡ്വർടൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റൗട്ടിലും ഈ പ്രിപ്പൻഡ് ചെയ്ത AS പാത്ത് ആട്രിബ്യൂട്ട്സ് കാണും. അപ്പോൾ ആ റൗട്ടറിൻ്റെ റൗട്ടിംഗ് ഡിസിഷനെയും ഇത് ബാധിക്കാം. അപ്പോൾ നമുക്ക് റിമോട്ട് ASൻ്റെ ബിഹേവിയർ മാത്രം അഫക്റ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് മെഡ് യൂസ് ചെയ്യാം. അതായത് R4ൽ നിന്ന് R2ലേക്ക് അയക്കുന്ന റൗട്ട്സിൻ്റെ മെഡ് ഹയർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AS 123 R2 വഴിയുള്ള ലിങ്ക് പ്രിഫർ ചെയ്യില്ല. അതിന് പകരം ബെറ്റർ മെട്രിക് വാല്യൂ ഉള്ള R3 വഴിയുള്ള ലിങ്ക് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ R1ൽ നിന്ന് R8ലേക്കുള്ള കറണ്ട് ട്രാഫിക് ഫ്ലോ വെരിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ R1ൽ ലോഗിൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ട്രേസ് ചെയ്ത് നോക്കാം. ട്രേസിൽ കാണുന്നത് R2 R4 R7 R8 പാത്ത് എടുക്കുന്നതായിട്ടാണ്. അപ്പം നമുക്ക് വേണ്ടത് ഈ പാത്ത് പ്രിഫർ ചെയ്യാതെ എല്ലാ ട്രാഫിക്കും ഈ ലിങ്ക് വഴി വരാനാണ്. മെഡ് കോൺഫിഗർ ചെയ്യാനും നമുക്ക് റൗട്ട് മാപ്പ് തന്നെ യൂസ് ചെയ്യണം. R4 റൗട്ടറിലേക്ക് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം കോൺഫിഗ് മോഡിൽ പോയിട്ട് ഒരു റൗട്ട് മാപ്പ് ഡിഫൈൻ ചെയ്യണം. റൗട്ട് മാപ്പ് മെഡ് ഹൈക്ക് പെർമിറ്റ് 10 എന്നിട്ട് സെറ്റ് മെട്രിക്
ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കൊരു വാല്യൂ ഹാർഡ് കോഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മെട്രിക്കിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. അതായത് ഒരു റൗട്ടിൻ്റെ കറണ്ട് മെട്രിക്ക് 100 ആണെങ്കിൽ നമ്മളിവിടെ -10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൗട്ട് മാപ്പ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റൗട്ടിൻ്റെ മെട്രിക്ക് 100ൽ നിന്ന് -10 പോയിട്ട് 90 ആയിട്ട് മാറും. നമ്മളിവിടെ ജസ്റ്റ് +300 എന്ന് യൂസ് ചെയ്യുന്നു. അതായത് ബൈ ഡിഫോൾട്ട് R4 R2നും R3ക്കും അയക്കുന്ന റൗട്ട്സിൻ്റെ മെഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്ത റൗട്ട് മാപ്പ്, അതായത് മെഡ് 300 ആയിട്ടുള്ള റൗട്ട് മാപ്പ് നമുക്ക് R2ലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ R2ൽ കിട്ടുന്ന റൗട്ട്സിനൊക്കെ മെഡ് 300 ഇൻക്രീസ് ആയിട്ടും R3ൽ കിട്ടുന്ന റൗട്ടിൻ്റെയൊക്കെ മെഡ് 0 ആയിട്ടും ഇരിക്കും. നെയ്ബറിലേക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൗട്ടർ BGP 400 നെയ്ബർ 10.2.4.2 റൗട്ട് മാപ്പ്, നമ്മൾ ഈ ഉണ്ടാക്കിയ റൗട്ട് മാപ്പിൻ്റെ പേര് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡയറക്ഷൻ ഔട്ട്, അതായത് R4ൽ നിന്ന് R2ലേക്ക് പോകുമ്പോൾ മെഡ് ഹൈക്ക് ചെയ്തിട്ട് അയക്കുക. എന്നിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ഒന്ന് BGP ക്ലിയർ ചെയ്യാം. ക്ലിയർ IP BGP സ്റ്റാർ. ഇനി R2ൽ പോയിട്ട് നമുക്ക് ഈ മെഡ് ഹൈക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഷോ IP BGP. ഇവിടെ നമുക്ക് R4ൽ നിന്ന് കിട്ടുന്ന റൗട്ടിൻ്റെ മെഡ് 300 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ R5 ആണ് ഇവിടെ പ്രിഫർ ആയേക്കുന്നത്. ഇനി നമുക്ക് R1ൽ ഇരുന്നിട്ട് ട്രേസ് ചെയ്ത് നോക്കാം. ട്രേസിൽ കാണുന്ന പോലെ ഇപ്പോൾ ട്രാഫിക് പോകുന്നത് R1 R3 R4 ആണ്. അതായത് നമ്മുടെ ഗ്രീൻ പാത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോയിക്കൊണ്ടിരുന്നത് R1 R2 R4 ആണ്. അപ്പോൾ നമ്മുടെ ഈ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. R4ലെ കോൺഫിഗറേഷൻ കൊണ്ട് ഇൻഗ്രസ് ആയിട്ടുള്ള 2 പാത്തിൽ ഒരു പാത്തിനെ നമ്മൾ ചൂസ് ചെയ്തു. ഇതുവരെ ചെയ്ത ചലഞ്ചസുകളിലെ ലേണിങ്ങുകളെല്ലാം ഞാനൊരു ടേബിൾ ആയിട്ട് ഇവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.